ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടൈം നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിദമോൾ എന്താ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. കാക്കിയും താത്തി സ്കൂളിൽ പോകുമ്പോഴുള്ള സ്ഥിരം പല്ലവിയാണ് കേട്ടോ അത്. കാരണം എന്താ വെച്ചാൽ ഇവള് എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർ പോണ സമയത്ത് ഇവള് എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്റ്റെപ്പ് ഇറങ്ങി പോയി അവിടെ താഴത്തെത്തി വണ്ടി കയറോളം ഇവിടെ കിടന്ന് ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കൂട്ടോ. ഞാനതങ്ങനെ കേട്ട് നിൽക്കലുള്ളൂ, ഒന്നും പറയലില്ല. കാരണം എന്താ വെച്ചാൽ അവളങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും, പൂച്ച ഉണ്ടാവും താഴത്ത്, പൂച്ചനെ നോക്കണം, പൂച്ചനെ കടിച്ചാൽ വരുന്നത് നോക്കണം, താത്ത കാക്ക അതിങ്ങനെ വിളിച്ചാൽ അവരവിടെ എത്തി താഴത്ത് വണ്ടി കയറി പോവോളം ഇവളവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വെക്കും. അതിപ്പോൾ ഇനി ബാവ പോകുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, ശ്രദ്ധിച്ച് പോകണം, ശ്രദ്ധിച്ച് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സൗദിയിലൊരു സാധാരണ ദിവസമാട്ടോ. എന്നത്തെയും പോലെ തന്നെ ഒരു സാധാരണ ദിവസമാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് നല്ല എല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫിഷ് ആയാലും മീറ്റ് ആയാലും ഒക്കെ ബത്തേല മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങൽ. അല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പൊതുവേ കുറവാണ് കേട്ടോ. എപ്പോഴെങ്കിലും ബീഫ് വാങ്ങിയാലും വാങ്ങുള്ളൂ, ചിക്കനും ഒക്കെ വാങ്ങുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ദിവസമൊക്കെ വാങ്ങൽ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രഷ് എല്ല് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി വാങ്ങിക്കൊടുത്താണ്. ഫിൻമോക്കും നിച്ചുട്ടനും ബാവക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെ വാങ്ങി മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങലുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിക്കൊടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ക്യാരറ്റും ബീൻസും തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ പഴയ സോഫയാണ് കേട്ടോ. അതിപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുതിയൊരു സോഫ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മോന് സോഫൻ്റെ സെറ്റിൻ്റെ ഒക്കെ ഷോപ്പിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അമ്മോൻ തന്നെ കൊടുന്നേരൽ സോഫയും സെറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുന്നേരൽ അമ്മോൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വേറെ ഒന്ന് കിട്ടിയപ്പോൾ പഴയത് കൊണ്ട് പുറത്തിട്ടതാണ് കേട്ടോ. ഇത് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാണ്. അതുപോലെ തന്നെ ഒരു കേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. ഇത് അവരുടെ കസ്റ്റമർ മാമ തന്നതാണ് കേട്ടോ. അവരിതേപോലെ ഇതിന് യാത്രയൊക്കെ പോയി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നതാണ്. അവർ സൗദികൾ കൂടുതലായിട്ടും ഷുഗർ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. ഷുഗറിന് പകരം ഉപയോഗിക്കൽ ഇതേപോലെ തേന്, അതുപോലെ ഡേറ്റ്സ്, കാരക്ക അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ അവർ പുറത്ത് പോയി വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കേക്കും പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കളെ സ്കൂളൊക്കെ ഇവിടെ ലോങ് ലീവൊക്കെ ഇവിടെ പൂട്ടാനായി, സ്കൂളൊക്കെ ക്ലോസ് ചെയ്യാനായി. അതുകൊണ്ട് അവരുടെ ടീച്ചർ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴത്ത് പോയി മക്കൾ വാങ്ങിക്കൊണ്ടു നോക്കിയപ്പോൾ നല്ലൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് രണ്ട് പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് അതൊരു മിഠായി ആണെന്നുണ്ടെങ്കിലും അത് നമുക്ക് സർപ്രൈസായി കിട്ടുമ്പോൾ വലിയൊരു സന്തോഷമാണ് കേട്ടോ. മക്കൾക്ക് നല്ല ഉണ്ടായിരുന്നു. കേക്കൊക്കെ കിട്ടിയ പിന്നെ ഇവിടെ എടുത്തു വെക്കാനൊന്നും കിട്ടൂല. അത് കിട്ടിയ പാടെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചിട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിയ കേക്കായിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കേക്കും ആയിരുന്നു കേട്ടോ. സ്പെഷ്യൽ ടീച്ചർക്ക് താങ്ക്സ് പറയാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. അത് മക്കൾക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളടുത്തുള്ള റിയാൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ റൂമിൻ്റെ അടുത്തുള്ളൊരു റിയാൽ ഷോപ്പ് തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായി വന്ന് സ്കൂളും മദ്രസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടൈം കിട്ടലില്ല. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.